പിന്നെ ചേട്ടാ കാപ്പി. ആ എന്താ ബിനുവേട്ടാ, നേരെ എത്രയായെന്നറിയാമോ? 10-25 വർഷം വീടും വീട്ടുകാരെയും മറന്ന് ആ മണലാരണ്യത്തിൽ കിടന്ന് രാവും പകലും പണിയെടുത്ത് പ്രവാസി ജീവിതം മതിയാക്കി വന്ന ഞാൻ ഇനി എന്ത് നോക്കാനാ? മടി പിടിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പപ്പായെ വന്ന് പിള്ളേര് നോക്കി. പപ്പായുടെ ഇറക്കം കണ്ടപ്പം പിള്ളേര് വന്ന വഴി തിരിച്ചുപോയി. വന്നിട്ട് 2 ആഴ്ചയായി. ശരിക്കും അവരെ ഒന്ന് കാണാനോ ഒന്ന് സംസാരിക്കാനോ പറ്റിയില്ല. അവർ പോയോ? ഇനി എന്താ പരിപാടി? ഇനിയുള്ള കാലം ബിസിനസ്സിനോ മറ്റോ പരിപാടിക്കോ ഞാനില്ല. ഇതിപ്പം യൂട്യൂബിൻ്റെ കാലമല്ലേ, നമുക്കും ആ വഴി ചിന്തിക്കാം. യൂട്യൂബറോ? അതിന് ബിനുവേട്ടന് കലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോന്നോ? ഞാൻ പഴയ താരമല്ലേ. അതെനിക്കറിയാലോ. താരത്തിനോടുള്ള ആരാധന കൊണ്ടല്ലേ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത്. ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. നീയും എന്നെ സഹായിക്കണം. ഇപ്പം ഭാര്യയും ഭർത്താവുമൊക്കെ റീൽസും ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കുന്നത്. എന്തുമാത്രം കാശാണ് ഓരോരുത്തർക്കും കിട്ടുന്നത്. മാത്രമല്ല സിനിമാ താരങ്ങളെക്കാളും വെയിറ്റാണ് അവർക്ക്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ കണ്ടോ ഞാനെന്താ കാണിക്കാൻ പോകുന്നു? ആരാ? വിനോദില്ലേ? ജോജോ വാ. മായ, ഇത് ജോജോ, എൻ്റെ പഴയ ക്ലാസ്മേറ്റാ. ഞങ്ങളെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാണ്. നീ എവിടെ ഇരിക്കടാ? എൻ്റെ പഴയ ചങ്ക. സ്കൂളിലൊക്കെ പഠിക്കുമ്പം എല്ലാ യൂത്ത് ഫെസ്റ്റിവലിലും സ്റ്റേജിൽ കയറാൻ പറയും. ഇവൻ കയറിയല്ല. അവസാനം ഞങ്ങൾ തള്ളിക്കയറ്റും. എന്നാ പാട്ടാന്നറിയോ? അന്നമ്മ പാടിയിരുന്നെങ്കിൽ യേശുദാസിനെക്കാളും. ഇവൻ്റെ പാട്ട് നീ കേട്ടിട്ടുണ്ടോ? എടാ നീ ഒന്ന് പാടറാ, ഇവളൊന്ന് കേക്കട്ടറാ. എടാ പാടറാ. നീ എഴുന്നേക്കൊന്നും വേണ്ട, അവിടെ ഇരുന്ന് പാടിയാ മതി. ഞാൻ നിന്നോണ്ട് പാടാം. വൈശാഖ
വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തേ അരുമ സഹിതനതര കാന്തിയോ ഓമലേ പറയുന്നീ പിന്നിൽ നിന്നും പാറി വന്നു ലാവണ്യമേ ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്ന് കാണുക കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമ പൂത്തു വിടർന്നു മുഖമാം മെന്മനസിൽ മൗനമായി നീ ഉണർന്നു ഹൃദയമേന്തി വൃന്ദാവനം വൈശാഖസന്ധി നെഞ്ചുണ്ടിലെന്തേ അരുമ സഹിതനതര കാന്തിയോ. അപ്പൊ പോകണ്ടേ ബിനിച്ചേട്ടാ? എവിടെ? മറന്നുപോയോ? മറന്നു. അപ്പോൾ ജോജോ വിട്ടോ, ഞങ്ങൾക്കൊരു വഴി പോകാനുണ്ട്. ജോജോ പൊക്കോ, ഞാൻ വിളിച്ചോളാം. എടോ, തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം നമ്മൾ ഇതുപോലുള്ളതൊക്കെ എടുത്തിട്ടാലേ വൈറലാകൂ. അങ്ങനെയാണല്ലേ നമുക്ക് പൈസ ഉണ്ടാവും. നിർത്ത് മനുഷ്യ, അയാള് നിങ്ങളുടെ സുഹൃത്തല്ലേ. ഒരാളുടെ കുറവ് മറ്റുള്ളവരെ അറിയിച്ചിട്ടല്ല നമ്മൾ വലുതാകേണ്ടത്. അങ്ങനെയുള്ള പണവും പ്രശസ്തിയും നമുക്ക് വേണ്ട. എടി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്തുദ്ദേശിച്ചാലും വേണ്ടില്ല, അങ്ങനെയുള്ള ഒരംഗീകാരവും നമുക്ക് വേണ്ടെന്നേ.